ഹലോ, എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് പുറത്ത് പോവാണേ. അപ്പം രാവിലെ എണീറ്റു റെഡിയായി കുഞ്ഞായിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചപ്പോൾ അവൾ സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ പോകാനായിട്ടൊക്കെ റെഡിയായി ഇറങ്ങി അങ്ങനെ നടന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം കുറേ സ്റ്റെപ്പുള്ള ഒരു സ്ഥലമാണ്. 100-200ഓളം സ്റ്റെപ്പുകൾ ഇവിടെ ഉണ്ട്. ഇത്രയും സ്റ്റെപ്പ് കയറി വേണം മുകളിലെത്താനായിട്ട്. അപ്പം പോകുന്ന പകുതി വരെയൊക്കെ വീടുകളുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാടാണ്. പക്ഷെ എന്നാലും നല്ല ഒരു ഭംഗിയാണ് അവിടെയൊക്കെ കാണാനായിട്ട്. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര മഞ്ഞായിരുന്നു. എൻ്റെ ഫോണിൽ കുറച്ച് ക്ലാരിറ്റിയും കുറവായതുകൊണ്ട് വലിയ ക്ലിയറായിട്ടൊന്നും കിട്ടുന്നില്ല. അങ്ങനെ അമ്മത നടന്നു പോകുന്നുണ്ട്. ഏകദേശം അവിടെ എത്താറായി. കണ്ട് ഭയങ്കര മഞ്ഞുണ്ട്. രാവിലെയാണ് ഞങ്ങൾ തിരിച്ചത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഇതാണ് എരത്താവൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു, അകത്ത് കയറി തൊഴുതു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തലമുടി മുട്ടയടിക്കാനായിട്ട് ഉള്ള സ്ഥലത്ത് വന്നു. അങ്ങനെ മുടി വെട്ടുന്ന അദ്ദേഹം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴേ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കുറേ കളിപ്പാട്ടമൊക്കെ എടുത്തു കൊടുത്തു, കളിപ്പിച്ചു. കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മുടിയൊക്കെ മുട്ടയടിച്ചു. വീണ്ടും ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുതു, പ്രസാദമൊക്കെ കഴിച്ചു. അവൾ റെസ്റ്റ് എടുക്കുവാണ്. തിരിച്ച് ഞങ്ങൾ ഇറങ്ങേണ്ട ഒരു കാര്യങ്ങളൊക്കെ നോക്കി ഇറങ്ങി വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. എനിക്ക് വീഡിയോ എടുത്ത് വലിയ ശീലമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ വീഡിയോ എടുക്കണം, എങ്ങനെ പറയണം എന്നൊന്നും അറിയത്തില്ല. ഒരുപാട് തെറ്റൊക്കെ ഉണ്ടാവും ഇതിൽ. പക്ഷെ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തു. അങ്ങനെ ഇറങ്ങിയപ്പോൾ കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ട്. നല്ല ഭംഗിയാണ് മുകളിൽ നിന്ന് നമ്മൾ താഴോട്ടൊക്കെ നോക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ എൻ്റെ ഭാഗത്തെത്താറായി. തിരുവനന്തപുരത്ത് നിന്നും ബാലനപുരം, കാട്ടാക്കട ഇതിനിടയ്ക്കാണ് എരത്താവൂർ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഈ ക്ഷേത്രം ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ. വരാൻ കഴിയുന്നവർക്ക് വരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.